നമസ്കാരം. പതിരും കതിരും. സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്ന ദിവസമാണ് 10-ാം ഉദയം. അന്ന് സൂര്യൻ ഏറ്റവും ബലവാനായിരിക്കും. ആ ദിവസം വിത്ത് വിതയ്ക്കാനും തൈ നടാനും കയറിത്താമസത്തിനും പാലുകാച്ചിനും 10-ാം ഉദയം ഉത്തമമാണ് എന്നാണ് വിശ്വാസം. ഏത് ശുഭകാര്യത്തിനും പറ്റിയ ദിവസം. വിപ്ലവകാരികൾ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് പറയുമെങ്കിലും അവർ പുരോഗമനം പ്രസംഗിക്കുമെങ്കിലും നാളും നക്ഷത്രവും നോക്കാതെ ഒരു ശുഭകാര്യവും ചെയ്യാറില്ല. പിണറായി വിജയനെ സൂര്യനായി ആരാധിക്കുന്ന പാർട്ടി AKG സെൻറ്ററിൻ്റെ പാലുകാച്ചിന് 10-ാം ഉദയം തന്നെ തിരഞ്ഞെടുത്തു. അന്ന് പിണറായി അത്യുച്ചത്തിൽ വരുന്ന ദിവസം കൂടിയാണ്. ദേശാഭിമാനി കലണ്ടർ പ്രകാരവും 10-ാം ഉദയം ബെസ്റ്റാണ്. കൈരളി ചാനൽ പണ്ട് സംപ്രേഷണം തുടങ്ങിയതും ആണ്ടുപിറപ്പിനോടനുബന്ധിച്ച് ചിങ്ങം 1-നായിരുന്നു. ഇപ്പോഴത്തെ AKG സെൻറ്ററിൻ്റെ എതിർവശത്ത് 32 സെൻറ്റിൽ 9 നിലകളിലായിട്ടാണ് കെട്ടിടം പണി തീർത്തിട്ടുള്ളത്. യാതൊരു തടസ്സങ്ങളും കൂടാതെയാണ് 2 വർഷം കൊണ്ട് കെട്ടിടം കെട്ടിപ്പൊക്കിയത്. ശതകോടീശ്വരന്മാർ പോക്കറ്റിലും കോടീശ്വരന്മാർ മടിയിലും സാധാരണക്കാരുടെ കാശ് ബക്കറ്റിലും കിട്ടിയാൽ 9 അല്ല 90 നിലയിൽ കെട്ടിടം പണിയാം. പാല് കാച്ചുന്നത് പിണറായി വിജയനാണ്. അതിനു മുമ്പായി ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഗണപതി ഹോമം, ഹവനം എന്നിവ ഉണ്ടാകും. രാവിലെ 10 മുതൽ ഭാഗവത പാരായണവും സ്തോത്രമാല ജപവും ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 4 കൂട്ടം പ്രഥമൻ കൂട്ടി ഊണ്. അതിനുശേഷം പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് കണ്ണൂർ ഭജന സമിതിയുടെ ഗാനാർച്ചന. പിണറായി വന്നു കയറുമ്പോൾ തന്നെ പാട്ട് നിർത്തിക്കൊള്ളണം. രാത്രി കമ്പക്കെട്ടോടെ പരിപാടി അവസാനിക്കും. ഇത്രയൊക്കെ കാശ് മുടക്കി പണിത കെട്ടിടത്തിന് എന്താണ് ചുവപ്പ് ചേരില്ലേ എന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ പറയും, ചുവപ്പ് കൊടിയിലുണ്ടെങ്കിലും പോസിറ്റീവായ കളർ അല്ലത്രേ. ആരെങ്കിലും വീടിന് ചുവപ്പ് കളർ അടിക്കാറുണ്ടോ? മനുഷ്യജീവിതത്തിനും സമൂഹത്തിനും ഇപ്പോൾ പോസിറ്റീവായ കളർ അല്ല ഈ ചുവപ്പെന്ന് ഗോവിന്ദൻ പറയുന്നതിന് മുമ്പേ ജനം മനസ്സിലാക്കി കഴിഞ്ഞു. പോസിറ്റീവായ ഒരു കാലം ഉണ്ടായിരുന്നു സഖാവേ. 10 വർഷം കൂടി കഴിഞ്ഞ് പിണറായി വിജയൻ്റെ യുഗം വിശ്രമത്തിന് കയറിക്കഴിഞ്ഞാൽ ഉടൻ കെട്ടിടവും സ്ഥലവും BJPക്ക് പാട്ടത്തിന് കൊടുക്കാനുള്ളതിനാൽ അവരുടെ അഭിപ്രായപ്രകാരം കാവി പൂശിയാണ് കെട്ടിടം അലങ്കരിച്ചിരിക്കുന്നത്. നിലവിലുള്ള AKG സെൻറ്റർ നിയമപരമായി പാർട്ടി ഓഫീസാക്കാൻ വയ്യാത്തതിനാൽ ഇന്നോളം ബോർഡ് വയ്ക്കാൻ ഭാഗ്യം കിട്ടിയിരുന്നില്ല. പുതിയ കെട്ടിടത്തിനും AKG സെൻറ്റർ എന്നാണ് പേരിടുക. വേണ്ടായിരുന്നു. പാലോറമാതയുടെ വീട്ടിൽ പോയി ആടിനെ സംഭാവന വാങ്ങി ആ കാശ് കൊണ്ട് ദേശാഭിമാനി തുടങ്ങിവെച്ച AKGയെ ഈ പഞ്ചനക്ഷത്ര കൊട്ടാരത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കരുത്. പിണറായി വിലാസം ബെഡായി ബംഗ്ലാവ് എന്ന പേരായിരുന്നു വേണ്ടിയിരുന്നത്. പണി തുടങ്ങിയ ശേഷം ഒരിക്കലെങ്കിലും സിമൻറ്റിനും കമ്പിക്കുമൊക്കെ എന്താ വില എന്ന് പറഞ്ഞ് ഗോവിന്ദനോ പിണറായി വിജയനോ താടിക്ക് കൈ കൊടുത്തിരുന്നിട്ടുണ്ടോ? ഇല്ല. 9-ാം നിലയിൽ പിണറായി വിജയൻ്റെ ഹെലികോപ്റ്ററും മരുമകൻ്റെ പാരച്ചൂട്ടും ലുട്ടാപ്പിയുടെ കുന്തവും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഗോവിന്ദൻ മാഷ് ചുറ്റുപാടുമുള്ള സാധാരണക്കാരെ ബൈനോക്കുലറിലൂടെ ഒരു നോട്ടമുണ്ട്. പിണറായി പറഞ്ഞത് എത്ര ശരിയാണെന്ന് അപ്പോൾ മനസ്സിലാകും. നമ്മുടെ നാട് എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്. പിണറായിയും കുടുംബവും നേരത്തെ മലേഷ്യയിലേക്ക് ടൂറ് പോയപ്പോൾ ബാലൻ സഖാവ് പറഞ്ഞത് പിണറായി വിജയ ഗൂയി എന്നൊന്ന് നീട്ടി വിളിച്ചാൽ കേൾക്കാകുന്ന അകലമേ ഉള്ളൂ ഈ മലേഷ്യക്കെന്നാണ്. ഇനി 9-ാം നിലയുടെ മണ്ടയിൽ കയറി നിന്ന് ബാലൻ വിളിച്ചു ചോദിക്കും എവിടെ വരെയായി എന്ന്. ഒരുപാട് സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കേൾക്കുന്നു. വാസവനെ പോലെയുള്ളവർക്ക് ECG സൗകര്യം, തീവ്രത അളക്കുന്ന ലാബ്, ചൂടപ്പം വിൽക്കുന്ന ക്യാൻറ്റീൻ, ശ്രീമതിക്ക് രാത്രി 11 വരെ വായിച്ചിരിക്കാനുള്ള റീഡിംഗ് റൂം, പുറത്ത് ബോംബിട്ടാലും അകത്ത് ശബ്ദം കേൾക്കാത്ത സംവിധാനങ്ങൾ, ഓൾഡ് പീസായ ബാലനെയും മറ്റും സൂക്ഷിക്കാനുള്ള മ്യൂസിയം, P രാജീവിനായി ആത്മനിഷ്ഠ ഘടകത്തെ വേർതിരിക്കാനുള്ള യൂണിറ്റ്, ബേബി സാറിന് ആഗോള സാമ്പത്തിക ഭീമന്മാരെ നിരീക്ഷിക്കാനുള്ള ഫാക്ടറി, ഇവയ്ക്കെല്ലാം ഓരോ നിലയിലും സൗകര്യമുണ്ടാകും. പാവിക്കൊപ്പം ചേരാതിരിക്കാൻ EP ജയരാജനായി ഒരു സെൽ റൂം തന്നെ പ്രവർത്തിക്കും. കോഴിക്കോട്ടെ കല്ലായിത്തെരുവിലെ മാളിക വീട്ടിൽ പിറന്നെങ്കിലും പാർട്ടി അന്ന് നിലത്ത് കാല് ചവിട്ടി നിന്നാണ് കേരളത്തിൽ വളർന്നത്. തുടക്കത്തിൽ 5 പേർ മാത്രമുണ്ടായിരുന്നതിനാൽ ഈർക്കിൽ സംഘടന എന്ന് പോലും വിളിക്കാൻ പറ്റുമായിരുന്നില്ല. ആ പാവങ്ങളുടെ പാർട്ടി വളർന്നു മുറ്റി ആകാശം മുട്ടുന്നത് നോക്കി വെള്ളമിറക്കിയിരിക്കുകയാണ് കുറേ ആളുകൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ. നന്ദി.